ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെൻസീൻ. നമുക്കറിയാം ബെൻസീൻ്റെ സ്ട്രക്ചർ വന്നിട്ട് C6H6. ഓക്കെ, ഇവിടെ ഒരു OH വന്നാൽ നമ്മളതിനെ ഫീനോൾ എന്ന് വിളിക്കും. COOH വന്നാൽ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കും. ഇവിടെ CHO വന്നാൽ ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കും. ഇവിടെ NH2 വന്നാൽ നമ്മൾ അനിലിൻ എന്ന് വിളിക്കും. അങ്ങനെ പല ഫങ്ഷണൽ ഗ്രൂപ്പ്സ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ബെൻസീൻ്റെ പേരും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ SO3H വന്നാൽ നമ്മൾ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് വിളിക്കും. NO2 വന്നാൽ നൈട്രോബെൻസീൻ, Cl2 വന്നാൽ ക്ലോറോബെൻസിൻ. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെൻസീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ പറയുന്നു. നമുക്കറിയാം ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6. അതുപോലെ തന്നെ നമ്മുടെ ബെൻസീന് അഡീഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ അങ്ങനത്തെ റിയാക്ഷൻസ് ഒന്നും അണ്ടർഗോ ചെയ്യാൻ പറ്റത്തില്ല. ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയും ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോൺസ് ഉണ്ട്. സോ ബെൻസീൻ്റെ ഓരോ പോയിൻറ്റ്സ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല. ഫസ്റ്റ് പോയിൻറ്റ് C6H6, ഇറ്റ് ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. സെക്കൻഡ് പോയിൻറ്റ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അഡിഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിയാക്ഷൻ ആൻഡ് റിഡക്ഷൻ. അതുപോലെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റാണ് ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യത്തില്ല. ഇറ്റ് ഡസ് നോട്ട് ഡീകളറൈസ് ബ്രോമിൻ വാട്ടർ ഓർ ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. നോർമലി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്ന ഡീകളറൈസേഷൻ ബ്രോമിൻ വാട്ടർ പക്ഷേ നമ്മുടെ ബെൻസീൻ കാണിക്കത്തില്ല. അതുപോലെ തന്നെ ഇറ്റ് മെയിൻലി അണ്ടർഗോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മുടെ ബെൻസീൻ C6H6 ബെൻസീൻ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ദാറ്റ് ഇസ് FeBr3 എന്ത് ഫോം ചെയ്യും? മോണോ ബ്രോമോ ബെൻസീൻ ഫോം ചെയ്യും. ദാറ്റ് ഇസ് C6H5Br ഫോം ചെയ്യും പ്ലസ് HBr. ബെൻസീൻ on reaction with the bromine in the presence of a catalyst FeBr3, that is FeBr3 catalyst to form മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറി ബ്രോമിൻ വന്നിരിക്കണം. മോണോ ബ്രോമോ ബെൻസീൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ബെൻസീനെ പറ്റി പഠിച്ചത്. അപ്പോൾ ബെൻസീൻ മോളിക്കുലർ ഫോർമുല ഫസ്റ്റ് പോയിൻറ്റ് C6H6 ആണ്. സെക്കൻഡ് പോയിൻറ്റ് ഇറ്റ് ഹാസ് ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. തേർഡ് പോയിൻറ്റ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അഡീഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ. Third point, it does not decolorize bromine water or alkaline KMnO4. Fourth point, it mainly undergoes substitution reaction. Fifth point, when benzene react with the bromine in the presence of FeBr3 catalyst to form mono-bromo-benzene. Okay. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെക്യൂളേ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. നമുക്ക് ബെൻസീനെ 1,3,5 സൈക്ലോ ഹെക്സാ ട്രൈഈൻ എന്ന് പറയാം. സൈക്ലോ ഹെക്സാ ട്രൈഈൻ 1,3,5 സൈക്ലോ ഹെക്സാ ട്രൈഈൻ. ദാറ്റ് ഈസ് നമ്മളെ ബെൻസീൻ ഇതാണ്. ഇതിൽ 1,3,5 സൈക്ലോ ഹെക്സാ ട്രൈഈൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രൈഈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡബിൾ ബോണ്ടാണെന്ന്. അപ്പോൾ ഒന്നിൽ ഫസ്റ്റ് കാർബൺ, നമ്മൾ കാർബൺ നമ്പർ ചെയ്യുന്നു 1, 2, 3, 4, 5, 6. ഫസ്റ്റ് കാർബൺ, തേർഡ് കാർബൺ, ഫിഫ്ത്ത് കാർബണിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഹെക്സ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം, സൈക്ലോ മീൻസ് സൈക്ലിക്. 1,3,5 കാർബൺ ആറ്റം, ഏതൊക്കെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് കാണിക്കുന്നത്. നമുക്ക് ബെൻസീനെ ഇങ്ങനെയും നെയിം ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ കെക്യൂളേ സ്ട്രക്ചറിൽ കുറേ ഡിഫക്ട്സ് ഉണ്ട്, അത് നമുക്കത് ഡിസ്കസ് ചെയ്യണം. ബെൻസീനാണ് ഫസ്റ്റ് ഡിസ്കവേർഡ് അരോമാറ്റിക് മോളിക്യൂൾ. അടുത്ത കെക്യൂളേ സ്ട്രക്ചറിൻ്റെ ഡിഫക്ട്സ് ചോദിച്ചാൽ ഈ ഡബിൾ ബോൺസ് ഉള്ളത് കൊണ്ട് തന്നെ, ഇവിടെ അല്ല കേട്ടോ, ഇവിടെയാണേ, ഈ ഡബിൾ ബോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ബെൻസീൻ മോർ ലൈക്ലി ഒരു ആൽക്കീനെ പോലെ ബിഹേവ് ചെയ്യേണ്ടതാണ്. പക്ഷേ ബെൻസിൻ ആൽക്കീൻ അല്ല, ആൽക്കെയിൻ ആയിട്ടാണ്, ദാറ്റ് ഇസ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതൊരു ഡിഫക്റ്റാണ്. രണ്ടാമത്, അക്കോർഡിംഗ് ടു കെക്യൂലേ സ്ട്രക്ചർ ബെൻസീന് 2 ഐസോമേഴ്സ് ഉണ്ടായിരിക്കണം. ഇത്രയും പഠിച്ചാൽ മതി. കെക്യൂലേ സ്ട്രക്ചർ അനുസരിച്ച് ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ്.
കെക്കുലർ സ്ട്രക്ചർ അനുസരിച്ച് ബെൻസീന് 2 ഐസോമേഴ്സ് ഉണ്ടായിരിക്കണം. പക്ഷേ ബെൻസീൻ എന്തേ ഉള്ളൂ, ഒരു ഐസോമറേ ഉള്ളൂ. അതും ഒരു ഡിഫക്റ്റാണ്. അത് സെക്കൻഡ് പോയിൻറ്റ്. തേർഡ് പോയിൻറ്റ് വന്നിട്ട് നമുക്കറിയാം കെക്കുലർ സ്ട്രക്ചർ അനുസരിച്ച് ഒരു സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉള്ളത് കൊണ്ട് തന്നെ 2 ടൈപ്പ് ഓഫ് ബോണ്ട് ലെങ്ത്സ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നോർമൽ ബോണ്ട് ലെങ്ത് ഓഫ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് വന്നിട്ട് 154, ഇത് കാണാതെ പഠിക്കണം കേട്ടോ, 154 പൈക്കോമീറ്റർ. കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഇസ് 154 പൈക്കോ ആൻഡ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വന്നിട്ട് 134 പൈക്കോമീറ്റർ ആണെങ്കിലും പക്ഷേ ബെൻസീനിലെ എല്ലാം ഈക്വൽ ലെന്താണ്. ദാറ്റ് ഈസ് ഇത് നോർമലി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുമാണ്. പക്ഷേ ഇൻ ബെൻസീനിൽ വന്നിട്ട് എങ്ങനെയാണ്, കാർബൺ കാർബൺ ബോണ്ട് ലെന്ത് വന്നിട്ട് 139 പൈക്കോമീറ്റർ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു റെസണൻസ്. അത് നമ്മൾ താഴോട്ട് ഡിസ്കസ് ചെയ്യും. കെക്കുലർ സ്ട്രക്ചർ 2 ഐസോമറിക് സ്ട്രക്ചേഴ്സാണ് സജസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ്റർ കണക്റ്റഡ് ടു റാപ്പിഡ്ലി ടു ബി സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കെക്കുലർ സ്ട്രക്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് പോവും, ഇതിങ്ങോട്ട് പോവും. അതാണ് അതിനൊരു അകത്ത് നമ്മൾ റിംഗ് ആയിട്ട് അതിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫാസ്റ്റ് പ്രോസസ്സ്. ഓക്കെ, നമുക്ക് ബെൻസീൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. ഇറ്റ് ഈസ് എ സൈക്ലിക് പ്ലാനാർ മോളിക്യൂൾ. ബെൻസീൻ്റെ ബോണ്ട് ലെന്ത് വന്നിട്ട് 120 ഡിഗ്രിയാണ്. പിന്നെ അതിൻ്റെ കാർബൺ കാർബൺ ബോണ്ട് ലെന്ത് ഐഡൻറ്റിക്കലാണ്. ആ കാര്യങ്ങൾ എഴുതണം. 139 പൈക്കോമീറ്റർ ആണ് ബെൻസീൻ്റെ കാർബൺ കാർബൺ ബോണ്ട് ലെന്ത്. പിന്നെ ബെൻസീനിലെ ഈച്ച് കാർബൺ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ്, ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്.